ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. ഒരുപാട് അവിസ്മരണീയമായിട്ടുള്ള ക്രിക്കറ്റ് നിമിഷങ്ങൾ സമ്മാനിച്ച 2024 എന്ന കലണ്ടർ ഇറങ്ങാൻ അവസാനിച്ചിരിക്കുകയാണ്. സോ ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. സോ ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചും ഒരുപാട് സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ വന്നു ചേർന്ന ഒരു വർഷമാണ് അവസാനിച്ചത്. സോ പുത്തൻ പ്രതീക്ഷകളിലേക്കാണ് 2025 ടീം ഇന്ത്യ കണ്ണും നട്ട് കാത്തിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷമായിരുന്നു T20 വേൾഡ് കപ്പ്. 17 വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം MS ധോണിക്ക് ശേഷം രോഹിത് ശർമ്മ വെസ്റ്റ് ഇൻഡീസിലും US നടന്ന ആ ഒരു T20 വേൾഡ് കപ്പ് കലാശ പോരാട്ടത്തിൽ സൗത്ത് ആഫ്രിക്ക തകർത്ത് നമ്മൾ 17 വർഷങ്ങളുടെ കാത്തിരിപ്പ് അങ്ങനെ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ എന്നാൽ അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ദൗർഭാഗ്യങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയായിരുന്നു ടീം ഇന്ത്യയെ സംബന്ധിച്ച്. എസ്പെഷ്യലി ഈ വർഷത്തെ ടെസ്റ്റിൽ അത്ര മികച്ച പ്രകടനം അവസാന ലാപ്പിലേക്ക് അടുത്ത ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ തന്നെ 4 മത്സരങ്ങൾ പിന്നിട്ടപ്പോൾ 2-1 നിലവിൽ ഓസ്ട്രേലിയ ലീഡ് ചെയ്യുകയാണ്. സോ അവസാന ടെസ്റ്റിൽ, അതായത് 4ാം ടെസ്റ്റിലെ പരാജയത്തോടു കൂടി തന്നെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനൽ ഹാട്രിക് മോഹമായി പോകാമെന്ന ഹിറ്റ്മാൻ്റെ സംഘത്തിന് അല്പം മങ്ങലേറ്റിട്ടുണ്ട്. സോ WTC ഫൈനലിലേക്ക് ഇനി ഇന്ത്യയുടെ പ്രതീക്ഷകൾ ഏതാണ്ട് അസ്തമിച്ച ഒരു അവസ്ഥ കൂടി തന്നെയാണ്. അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് നിലവിൽ 2024 കടന്ന് പോയിട്ടുള്ളതും. അപ്പോൾ അതായത് ഈ വർഷം 2025 ഇനി ഇന്ത്യ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യ കളിക്കാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട ICC ഇവൻറ്റ്സും അതോടൊപ്പം ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സീരീസും ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കൂടുതൽ കായിക വാർത്തകൾ കൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സോ ഈ വർഷം ഇന്ത്യ ആദ്യമായി കളിക്കാൻ പോകുന്നത് നമുക്ക് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ അവശേഷിക്കുന്ന ആ ഒരു മത്സരമാണ്. 5ാമത്തെ ടെസ്റ്റ്, ഫൈനൽ ടെസ്റ്റ് ജനുവരി 3 സിഡ്നിയിലാണ് നടക്കാൻ പോകുന്നത്. സോ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ അവസാന പോരാട്ടമാണ് ഇന്ത്യയെ സംബന്ധിച്ച്. WTC ഫൈനലിൽ സാധ്യതകൾ മങ്ങിയെങ്കിൽ പോലും മറ്റു ടീമുകളുടെ ഫലത്തെങ്കിലും ആശ്രയിക്കണമെങ്കിൽ അവസാന ടെസ്റ്റിൽ ഒരു മികച്ച വിജയം ടീം ഇന്ത്യക്ക് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഇനി അതിനുശേഷം ഇന്ത്യ കളിക്കാൻ പോകുന്നത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിട്ട് ഹോമിൽ, അതായത് ഇന്ത്യയിൽ വെച്ച് നടക്കാൻ പോകുന്ന 5 T20 മത്സരങ്ങളും 3 ഏകദിനങ്ങളും ഉൾപ്പെടുന്ന ഒരു പരമ്പര ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ കളിക്കാൻ പോകുന്നുണ്ട്. അതിനുശേഷം ചാമ്പ്യൻസ് ട്രോഫി നോക്കുക, ഫെബ്രുവരിയിൽ ചാമ്പ്യൻസ് ട്രോഫി നടക്കാൻ പോവുകയാണ്. പാകിസ്ഥാനിലാണ് ടൂർണമെൻറ്റ് നടക്കാൻ പോകുന്നതെങ്കിൽ പോലും ഇന്ത്യയുടെ മത്സരങ്ങൾ ഹൈബ്രിഡ് മോഡലിൽ ദുബായിലായിരിക്കും ഇത്തവണ നടക്കാൻ പോകുന്നത്. അതിനുശേഷം വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന് ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ ജൂണിൽ ലോർഡ്സിൽ വെച്ച് ആ ഒരു WTC ഫൈനൽ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യ കളിച്ചേക്കും. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ഇംഗ്ലണ്ടിനെതിരെ അവരുടെ നാട്ടിൽ വെച്ച് 5 ടെസ്റ്റ് മത്സരങ്ങളും ടീം ഇന്ത്യ കളിക്കും. അതിനുശേഷം വീണ്ടും ബംഗ്ലാദേശിനെതിരെ അവരുടെ നാട്ടിൽ 3 ഏകദിനങ്ങളും 3 T20 മത്സരങ്ങളും അടങ്ങുന്ന ഒരു സീരീസ് ഇന്ത്യ കളിക്കും. അത് ഓഗസ്റ്റിലായിരിക്കും നടക്കാൻ പോകുന്നത്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ഒക്ടോബറിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ നാട്ടിൽ 2 ടെസ്റ്റ് സീരീസും ഇന്ത്യക്ക് കളിക്കാനായിട്ടുണ്ട്. ഒക്ടോബറിൽ ഏഷ്യ കപ്പ് വരുന്നുണ്ട്. നവംബറിലാണ് ഇത്തവണ, നവംബർ മാസങ്ങളായിട്ടാണ് ഇത്തവണ ഏഷ്യ കപ്പ് ഇന്ത്യ കളിക്കും. അതിനുശേഷം നവംബറിൽ തന്നെ ഓസ്ട്രേലിയക്കെതിരെ അവരുടെ നാട്ടിൽ വീണ്ടും 3 ഏകദിനങ്ങളും 5 T20 മത്സരങ്ങളും അടങ്ങുന്ന ഒരു സീരീസും ടീം ഇന്ത്യ കളിക്കും. സോ അതിനുശേഷം 2025 കലണ്ടർ ഇയറിലെ അവസാന സീരീസ് നവംബർ ഡിസംബർ മാസങ്ങളിൽ ഹോമിൽ വെച്ചാണ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 2 ടെസ്റ്റും 3 ഏകദിനങ്ങളും 5 T20 മത്സരങ്ങളും അടങ്ങുന്ന ഒരു സീരീസ് ആയിരിക്കും 2025 കലണ്ടർ ഇയറിലെ ഇന്ത്യയുടെ അവസാന ആ ഒരു പരമ്പര SAക്കെതിരെ വരുന്നത്. ഇതാണ് 2025 പുതിയ വർഷത്തിലെ ഇന്ത്യയുടെ ആ ഒരു ഫിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ഒരു വമ്പൻ മത്സരങ്ങൾ തന്നെയാണ്, ഇത് വമ്പന്മാർ തന്നെയാണ് ഇന്ത്യ ഇത്തവണ എതിരിടാൻ കാത്തിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.